കൊണ്ടാണ് PM-ശ്രീ പദ്ധതിയിൽ നിന്നും നമ്മുടെ സർക്കാർ മുഖം തിരിഞ്ഞു നിന്നത്. ഏറെക്കാലമൊന്നും അവർക്ക് മുഖം തിരിഞ്ഞു നിൽക്കാൻ സാധിക്കില്ല. നമുക്കറിയാം, ഇതിനു മുൻപ് മുഖം തിരിഞ്ഞു നിന്നിരുന്ന പല പദ്ധതികളും. ഇവിടെ ആയുഷ്മാൻ ആരോഗ്യ മന്ത്രികൾ നാടിന്റെ എല്ലാ ഭാഗത്തും വികസിപ്പിച്ചെടുത്തു. നമ്മുടെ വയനാട് ജില്ലയിലും ലഭിച്ചിട്ടുണ്ട് നിരവധി ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. ആയുഷ്മാൻ ആരോഗ്യ മന്ദിറുകളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് മുൻപ് കേന്ദ്രത്തിന്റെ ഒരു നിയമം വന്നു. ഇതിന്റെ പേരുകൾ മുൻപുണ്ടായിരുന്ന പ്രൈമറി ഹെൽത്ത് സെന്റർ അല്ലെങ്കിൽ ഫാമിലി ഹെൽത്ത് സെന്റർ എന്നുള്ള പേരൊക്കെ മാറ്റി ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നുള്ള പേര് ആ കെട്ടിടങ്ങൾക്ക് നൽകണം എന്നുള്ളൊരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചു. നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്താ പറഞ്ഞത്? സൗകര്യമില്ല എന്ന് ഞങ്ങൾ കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട് എന്ന് ഒരു പരിപാടിയിൽ വെച്ച് അവർ പറഞ്ഞു. പക്ഷെ പിന്നീട് കേന്ദ്രം പറഞ്ഞത്, ഈ പദ്ധതിയുടെ പേര് വെക്കാൻ നിങ്ങൾക്ക് സൗകര്യമില്ലെങ്കിൽ ഫണ്ട് തരാൻ ഞങ്ങൾക്കും സൗകര്യമില്ല എന്ന കേന്ദ്ര സർക്കാരിന്റെ മറുപടി വന്നു. തൊട്ടടുത്ത ആഴ്ച തന്നെ എല്ലാ ആയുഷ്മാൻ ആരോഗ്യ മന്ത്രികളുടെയും പെയിന്റ് അടിച്ച് ആ പേരെഴുതി വെച്ചുകൊണ്ടുപോകുന്നു. അപ്പോ കേന്ദ്ര സർക്കാർ ഒരു നിയമം നിഷ്കർഷിക്കുന്നുണ്ടെങ്കിൽ അത് പാലിച്ചു പോരാൻ ഈ കേന്ദ്രത്തിൽ, ഈ ഭാരതത്തിലുള്ള എല്ലാ സംസ്ഥാനങ്ങളും, എല്ലാ ജില്ലകളും, എല്ലാ പഞ്ചായത്തുകളും ബാധ്യസ്ഥരാണ്. ഇപ്പോ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ പേര് നമ്മൾ പറഞ്ഞു. അതിന്റെ രണ്ടാം ഘട്ടം സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്നറിയോ? ആവാസ് യോജന പദ്ധതി നിർത്തിവെക്കാൻ പോവുകയാണ് സംസ്ഥാന സർക്കാർ. രണ്ടാം ഘട്ടം ഒപ്പുവെക്കില്ല എന്നാണ് പറയുന്നത്. കാരണം ഇത്തരത്തിൽ നിർമ്മിച്ച വീടുകളുടെ മുന്നിൽ ഒരു ലോഗോ വെക്കണം, പ്രധാനമന്ത്രി ആവാസ് യോജന എന്നുള്ളൊരു സ്റ്റിക്കർ പതിക്കണം എന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ ഒരു നിർദ്ദേശം വന്നു. ആ നിർദ്ദേശം വന്ന സമയത്ത് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും പറയുന്നത്, അങ്ങനെ ഒരു സ്റ്റിക്കർ പതിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല, അതുകൊണ്ട് ഈ പദ്ധതി ഞങ്ങൾ ഒപ്പുവെക്കില്ല, ഈ ധാരണാപത്രത്തിൽ ഞങ്ങൾ ഒപ്പുവെക്കില്ല എന്നുള്ളതാണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പ്രധാനമന്ത്രി ആവാസ് യോജന ഇന്ന് നമ്മുടെ മെമ്പർ സൂചിപ്പിച്ചു, 600 ചില്ലാനും വീടുകളാണ് നമ്മുടെ ഈ പൂതാടി പഞ്ചായത്തിന് മാറ്റിവെച്ചിട്ടുള്ളത് അല്ലേ? ടാർഗറ്റ് എന്ന് നിശ്ചയിച്ചിട്ടുള്ളത് 600 ചില്ലാനും വീടുകളാണ്. പക്ഷെ നിർമ്മിച്ചത് 200 ചില്ലാനും വീടുകൾ. അപ്പോ ബാക്കി തുക വിനിയോഗിക്കാൻ, ഇവിടെയുള്ള കേന്ദ്ര സർക്കാർ കൊടുക്കുന്നതിന്റെ ബാക്കി തുക വിനിയോഗിക്കാൻ ഇവിടെ ഈ പഞ്ചായത്തിന്റെ കയ്യിൽ പണമില്ല എന്ന് പറയുന്നത് 38 കോടി ലാപ്സ് ആക്കിയിട്ടുള്ള ഒരു പഞ്ചായത്താണ്. സാധാരണക്കാർക്ക് അനുഭവിക്കാനുള്ള ഈ തുക മുഴുവനും ലാപ്സ് ആക്കി കളയുന്നതിന് യാതൊരു മടിയും ഇല്ലാത്ത ഒരു പഞ്ചായത്ത്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ 400 വീടുകളോളം നഷ്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു പഞ്ചായത്ത്. ഇങ്ങനെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി പോരുന്ന എല്ലാ പദ്ധതികളും ഇപ്പൊ നമുക്ക് ഫേസ്ബുക്കിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. ഓരോ പടിപടിയായിട്ട് കേന്ദ്ര സർക്കാർ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത് അതിദാരിദ്ര്യ രേഖയിൽപ്പെട്ടിരിക്കുന്ന ആളുകളെ, ആ ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി ആവാസ് യോജന, ജൽജീവൻ മിഷൻ, ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ, ജൻധൻ യോജന, ജൻ ഔഷധി തുടങ്ങിയിട്ട് ഓരോ പടവുകൾ ചവിട്ടി ചവിട്ടി ആ ദാരിദ്ര്യ മേഖലയിൽ നിൽക്കുന്ന ആളുകളെ മുഴുവനും ഉന്നമനത്തിലേക്ക് കൊണ്ടുവന്ന കേന്ദ്ര സർക്കാർ, ആ സർക്കാർ നടത്തിയിട്ടുള്ള പദ്ധതികളുടെ ഏറ്റവും കൊടുമുടിയിൽ നിന്നുകൊണ്ട് ഒരു പതാക വീശുന്നത് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം നടത്തുന്ന പ്രഖ്യാപനം കേരളം അതിദാരിദ്ര്യ മേഖലയിൽ നിന്നും മുക്തരായി എന്നുള്ളതാണ്. കുറച്ചെങ്കിലും അരിഭക്ഷണം കഴിക്കുന്ന ആളുകൾക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും ആരാണ് ഇവിടെയുള്ള യഥാർത്ഥമായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതെന്നും ആ പ്രശ്നങ്ങൾക്ക് കാരണം ഒരു പരിഹാരം നേടിക്കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ